ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസിന് എങ്ങനെ ഗൂഗിൾ ക്ലാസ് റൂം യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതിനുവേണ്ടി മൊബൈലിൽ എങ്ങനെ യൂസ് ചെയ്യാം, അതായത് ആപ്ലിക്കേഷൻ വെച്ച് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ആപ്ലിക്കേഷൻ വെച്ച് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ടീച്ചേഴ്സ് അയച്ചു തരുന്ന അസൈൻമെൻറ്റ്സ്, നോട്ട്സ്, അതുപോലുള്ള മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനും ഒക്കെ ഗൂഗിൾ ക്ലാസ് റൂമിൽ എങ്ങനെ കഴിയുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനായി നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്നും ഗൂഗിൾ ക്ലാസ് റൂം സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ആപ്പായിരിക്കും നിങ്ങൾക്ക് വരിക. ഇതിൽ നിന്ന് ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, നിങ്ങളുടെ ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷന് ശേഷം ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പണായി വരിക. ഇതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു വിൻഡോ വരും. അപ്പോൾ അത് നിങ്ങളുടെ മെയിൽ ഐ ഡികൾ, നിങ്ങൾ ഈ ഡിവൈസ് യൂസ് ചെയ്തിരുന്ന എല്ലാ മെയിൽ ഐ ഡികളും കാണും. അതിൽ നിങ്ങൾ ഏത് മെയിൽ ഐ ഡി ആണോ ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോയിലേക്കായിരിക്കും എത്തുക. ഞാൻ ആദ്യമായിട്ട് ഗൂഗിൾ ക്ലാസ് റൂം യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലൊരു ബ്ലാങ്ക് വിൻഡോ വന്നത്. അല്ല, ഞാൻ 1-2 ക്ലാസ് റൂമുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ആ ക്ലാസ്സുകളെല്ലാം ഇവിടെ കണ്ടിരുന്നേനെ. ഇതിൻ്റെ മുകളിലായി കാണുന്ന പ്ലസ് സിമ്പിൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ജോയിൻ ക്ലാസ്, ക്രിയേറ്റ് ക്ലാസ് എന്ന 2 ഓപ്ഷൻ കാണാം. ഇതിൽ നിങ്ങൾ സ്റ്റുഡൻസ് ചൂസ് ചെയ്യേണ്ടത് ജോയിൻ ക്ലാസ് ആണ്. ക്രിയേറ്റ് ക്ലാസ് നിങ്ങൾ ടീച്ചേഴ്സിനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ജോയിൻ ക്ലാസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഉണ്ടാവും. അതിൽ ക്ലാസ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് കാണിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ തന്നിട്ടുള്ള ഒരു 6 ഡിജിറ്റ് കോഡ് കാണും. അത് വേണം നിങ്ങളവിടെ എൻറ്റർ ചെയ്യാനായിട്ട്. അത് തെറ്റാതെ വേണം എൻറ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം ജോയിൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പണായി വരും. അപ്പോൾ നിങ്ങളുടെ ഈ കോഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗൂഗിൾ ക്ലാസ് റൂമാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിയത്. അതിനകത്ത് നിങ്ങളുടെ ടീച്ചർ അസൈൻ ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റുകൾ, നോട്ട്സ്, അതായത് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള എല്ലാ കണ്ടൻറ്റും ഇതിനുള്ളിലുണ്ടായിരിക്കും. ഇതിലെ ക്ലാസ് വർക്കുകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലെ ക്ലാസ് വർക്കുകൾ കിടക്കുക, നമ്മളുടെ ആദ്യം കൊടുത്തിട്ടുള്ള ക്ലാസ് വർക്കുകളായിരിക്കും ലാസ്റ്റ് കിടക്കുക. അവസാനം കൊടുത്തത് ആദ്യം കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ 10 പോയിൻറ്റ്സ് എന്ന് കൊടുത്തത്, അതായത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 10 പോയിൻറ്റ്സാണ് ഉള്ളത്. അതുപോലെ തന്നെ അതായത് ഞാൻ ക്വസ്റ്റ്യൻസ് ഇവിടെ ഒരു വേർഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താണ് ക്വസ്റ്റ്യൻ എന്നറിയുന്നുണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്യാം. നമുക്കിതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആ കൊടുത്തിരിക്കുന്ന അസൈൻമെൻറ്റ്സ് നിങ്ങൾക്ക് എന്താണോ അത് ആ വേർഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വസ്റ്റ്യൻസ്. അതിനുശേഷം എങ്ങനെയാണ് നിങ്ങളിത് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് നിങ്ങളുടെ യുവർ വർക്ക് എന്ന് പറയുന്ന അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആഡ് അറ്റാച്ച്മെൻറ്റ്, മാർക്കേഴ്സ് ഡൺ എന്നൊക്കെ പറഞ്ഞ് വരും. പിന്നെ ആഡ് പ്രൈവറ്റ് കമൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആഡ് അറ്റാച്ച്മെൻറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കുറേ ഓപ്ഷൻസ് വരും. ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഡ്രൈവാണ്. ഡ്രൈവ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾ എന്തെങ്കിലും ഡേറ്റാസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ ആൻസറെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ലിങ്കാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറായിട്ട് കൊടുക്കേണ്ടതെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. പിന്നെ ഫയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഡിവൈസിൽ നിങ്ങൾ ഇതിൻ്റെ ആൻസർ ചെയ്തിട്ട് ഇതിൻ്റെ ഡിവൈസിൽ ഈ ഡിവൈസിൽ
നിങ്ങൾ ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ടോ PDF ആയിട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ടേക്ക് എ ഫോട്ടോ, നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയതാണ് എങ്കിൽ നിങ്ങൾക്കതിന് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പൊതുവേ നമ്മൾ യൂസ് ചെയ്യാറ് ഫയൽസ് ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതായിരിക്കും നമ്മൾ എപ്പോഴും അറ്റാച്ച് ചെയ്യാം. നെക്സ്റ്റ് ഉള്ളത് ക്രിയേറ്റ് ചെയ്തത് ഗൂഗിളിൻ്റെ ഇതിലുള്ള ന്യൂ ഡോക്യുമെൻറ്റ്സ്, ഗൂഗിൾ ഡോക്യുമെൻറ്റ്സ് ആയിട്ടോ ഗൂഗിൾ സൈഡായിട്ടോ PDF ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്രിയേറ്റിലുള്ളത്. നമുക്ക് ഡിവൈസിലെ ഡേറ്റാസ് ഒന്ന് അറ്റാച്ച് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് അറ്റാച്ചിലെ ഫയൽസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഡിവൈസ് സ്റ്റോറേജിലേക്കായിരിക്കും പോവുക. ഇപ്പം ജസ്റ്റ് ഡൗൺലോഡ്സിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് അവിടുന്ന് എടുക്കാം. ആ ഒരു 3 ലൈൻസ് കാണുന്ന അവിടുന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏത് ഫോൾഡറാണോ അത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഡേറ്റ അറ്റാച്ച് ചെയ്തു. അതിനുശേഷം ഈ ടേൺ ഇൻ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ശേഷം ഇതുപോലെ ഡയലോഗ് ബോക്സ് ചെയ്യും. അതിൽ നിന്നും ടേൺ ഇൻ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റായി. ഇനി നോട്ട് എങ്ങനെയാണ് ഇതിൽ ഓപ്പൺ ചെയ്യണമെന്ന് നോക്കാം. ജസ്റ്റ് ആ ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മതി. അത് ഡൗൺലോഡ് ആവുന്ന PDF-ൽ അത് നിങ്ങൾക്ക് സേവ് ചെയ്തെടുക്കാം. ഇനിയും കുറച്ച് ഓപ്ഷൻസ് നമുക്ക് നോക്കാണ്ട്. അതിൽ നമുക്ക് 3 ലൈൻസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻസ് എല്ലാം വരും. ഇതിലിപ്പം നമ്മളുടെ ക്ലാസ് 10th അതിവിടെ കിടപ്പുണ്ട്. അതിൽ നിന്ന് നമുക്ക് ചെയ്ത് കഴിഞ്ഞ വർക്കും ചെയ്യാനുള്ള വർക്കും കാണുന്നതിനാണ് ഇതെടുക്കേണ്ടത്, ഇത് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പം അതിലിപ്പോൾ ഡൺ ചെയ്തതൊക്കെ കഴിഞ്ഞതെല്ലാം നമുക്ക് ഒരുമിച്ച് കാണാം. ഇനി ചെയ്ത് തീരാനുള്ള വർക്ക് അതും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം ക്ലാസ് റൂം ഫോൾഡറിലുണ്ടായിരിക്കും. ബേസിക്കായിട്ട് നിങ്ങൾ ഗൂഗിൾ ക്ലാസ്